പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. അതിഷിയെ ഡൽഹി മുഖ്യമന്ത്രിയാക്കിയതിനെതിരെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി സ്വാതി മാലിവാൾ. പാർലമെന്റ് ആക്രമണക്കേസിലെ പ്രതി അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയ്ക്കെതിരെ പോരാടിയ കുടുംബമാണ് അതിഷിയുടേത് എന്നാണ് ആരോപണം. BJPക്കായി സംസാരിക്കുന്ന സ്വാതി മാലിവാൾ എം പി സ്ഥാനം രാജിവെക്കണമെന്ന് AAP ആവശ്യപ്പെട്ടു. അതിഷിക്ക് ആശംസ നേർന്ന BJPയും കോൺഗ്രസും ഡൽഹി സർക്കാരിനെ വിമർശിച്ചു. അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നാണ് അതിഷിയെ മുഖ്യമന്ത്രിയാക്കിയതിൽ സ്വാതി മാലിവാളിന്റെ ആദ്യ പ്രതികരണം. അഫ്സൽ ഗുരുവിനു വേണ്ടി നിയമപോരാട്ടം നടത്തിയ കുടുംബത്തിന്റെ ഭാഗമാണ് അതിഷി എന്നാണ് ആരോപണം. ഇത് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയെന്നും സ്വാതി മാലിവാൾ. आज दिल्ली की मुख्यमंत्री एक ऐसी महिला आतिशी मारलेना जी बनने जा रही हैं, जिनके अपने परिवार ने आतंकवादी अफजल गुरु को फांसी की सजा से बचाने के लिए एक लंबी लड़ाई लड़ी. BJPക്ക് വേണ്ടിയാണ് സ്വാതി മാലിവാൾ സംസാരിക്കുന്നതെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം. MP സ്ഥാനം രാജിവെച്ച് സ്വാതി മാലിവാൾ BJP ടിക്കറ്റിൽ മത്സരിക്കാൻ തയ്യാറാകണമെന്നും AAP. BJP MP ബാൻസുരി സ്വരാജ് അതിഷിക്ക് ആശംസകൾ നേർന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി സർക്കാർ ഡൽഹിയുടെ ദൗർഭാഗ്യമെന്നും ബാൻസുരി സ്വരാജ്. दिल्ली के देवतुल्य मतदाता से मैं निवेदन करती हूं, आने वाले चुनावों में भाजपा का चयन करिए, ताकि दिल्ली में भी डबल इंजन की सरकार के कारण यहां पर विकास का कार्य प्रगति बहुत तीव्र गति से. ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവും അതിഷിക്ക് ആശംസകൾ അറിയിച്ചു. വാഗ്ദാനങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ആം ആദ്മി പാർട്ടി സർക്കാരിന് കഴിയില്ല എന്നും ഓർമ്മപ്പെടുത്തൽ. 24 ഡൽഹി.